അപ്പൊ നമുക്ക് ഇന്നൊരു പുതിയ വീഡിയോ പിന്നെയും കാണാം. പക്ഷേ ഇല്ലേ അമ്മു വന്നിട്ടുണ്ട്, പക്ഷെ അമ്മുനെ വിശ്വസിക്കാൻ പറ്റൂല. ഇവരിവിടുന്ന് ഷൂ നോക്കും, ഞങ്ങൾ അപ്പോഴേക്കും ഒരാൾക്ക് ഒരു സാധനം വാങ്ങട്ട്, ഒരു ഗിഫ്റ്റ് വാങ്ങട്ട് അല്ലേ, അതായിരിക്കാന്ന് പറയാം. കുറച്ചായി ഇവരെ ഇപ്പൊ നമ്മൾ കാണിച്ചിട്ട് അല്ലേ, മുമ്പ് ഇടക്കിടക്കേ നമ്മളോട് ഒരു ഇടക്കിടക്കേ കാണും. ആ ഓക്കെ, ടാറ്റ ടാറ്റ ടാറ്റ, നമ്മ പോയിട്ട് വരാം. എന്റെ പൊന്നു മോളെ മതി, ഇതെല്ലാം വിരിച്ചിടണ കാണുമ്പോ വിചാരിക്കും ഇതിപ്പോ ഇവിടെ കിടക്കാൻ വേണ്ടി വിരിക്കണെന്ന്. അല്ലേ നമ്മളില്ലാത്തപ്പോ ഈ റൂമിൽ ആരാ വരേണ്ടത്? നിങ്ങൾ ഇങ്ങനെയുണ്ട ഗൈസ്, നമ്മൾ ഇവിടുന്ന് റൂമിൽ നിന്ന് എവിടേക്കെങ്കിലും ഇറങ്ങി പോകാൻ വേണ്ടി പോകുമ്പോ, എവിടെയെങ്കിലും നല്ല യാത്രയൊക്കെ പോകാൻ വേണ്ടി പോകുന്ന സമയത്ത് റൂമൊക്കെ വൃത്തിയാക്കിയിട്ടാണോ പോവാറ്, അതോ പോയി വന്നിട്ടാണോ വൃത്തിയാക്കുക? എനിക്കെന്താ വന്ന ചിലപ്പോ രാത്രി എല്ലായിരിക്കും കേറി വരുക, അപ്പൊ ഇനി വന്ന് കഴിയുമ്പോ ഇതൊന്നും വൃത്തിയാക്കാൻ നിക്കണ്ടല്ലോ. നീക്ക് എവിടെയെങ്കിലും പോണേക്കുമ്പോ ഇതുപോലെ റൂമെല്ലാം ബെഡെല്ലാം വിരിച്ച് സെറ്റ് ആക്കിയിട്ടാ പോവാ. അപ്പൊ വിചാരിക്കും ആർക്കെങ്കിലും കിടക്കാൻ വേണ്ടിട്ടാണ്. എന്താ മോളെ വന്നേ ഡ്രസ് കാണിച്ചിട്ട് ഇന്ന് കണ്ണെന്തോ വേറെ എന്തോ ഒരു അപ്പൊ ഗൈസ് നമ്മളെന്തായാലും ഒരു യാത്രക്കുള്ള തയ്യാറെടുപ്പാണ്. ദാ പെട്ടി നോക്ക്, എത്ര പെട്ടിയുണ്ട് ദുഗു? നമുക്ക് ഒരു കുഞ്ഞിപ്പെട്ടി, ദുഗുവിന്റെ പെട്ടിയാണത്. ഒരു വലിയ പെട്ടി, പിന്നെ സഞ്ചി, ചാക്ക്, മറ്റേ അത് ഇത് എല്ലാം ഉണ്ട്. എല്ലാം എടുത്തിട്ടില്ല, ഇനി എന്തെല്ലാം എടുക്കാനുണ്ടാ? ഞാൻ പല്ലേത്തിന് എന്റെ ബ്രഷ് എടുത്തിനാ, നീ ഇവിടെ നിന്ന് എടുക്കടി എന്നാ. പിന്നെ ഗൈസ് എൻ്റെ ഡ്രസ്സ് ഇതാണ്, ഇതാ നോർമലി എപ്പോഴുള്ള ഡ്രസ്സ്. ഇവിടെ നിന്ന് അടുത്തോളം വരെ വണ്ടി ഓടിക്കണ്ടേ, അപ്പോൾ ഏറ്റവും സുഖമായിട്ടുള്ള ട്രാക്ക് സൂട്ടൊക്കെയാണ് സുഖം വണ്ടി ഓടിക്കാനായിട്ട്. ബ്രഷ് എടുത്തു അല്ലേ? അപ്പോൾ പിന്നെ വേറെ ഒന്നും എടുക്കാനും പറ്റുമില്ലല്ലോ, സാധാരണ സാമഗ്രികളൊക്കെ എടുത്തിട്ടില്ലേ? കുറച്ച് ദിവസത്തേക്കുള്ള യാത്രയാണ് ഗൈസ്. കുറച്ച് ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരാഴ്ച നമ്മളിവിടെ ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു യാത്രയാണ്. അപ്പോൾ കുട്ടികളുടെ സ്കൂളിനെ പറ്റിയായിരിക്കും കുറേ പേര് ചോദിക്കുക അല്ലേ. ഇന്ദ്രുവിന് എന്തായാലും നോട്ട്സൊക്കെ അവർ അയച്ചു തരിക. ദുഗുവിന് ഒരു ദിവസം എന്തോ ട്രിപ്പും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ അവരുടെ സ്കൂളിൽ എന്തൊക്കെയോ ലീവുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പും കൂടി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ദുഗുവിനെ കൂട്ടിയത്. പിന്നെ ശനിയും ഞായറും വരുന്നുണ്ട്. അപ്പോൾ ദുഗുവിന് ജസ്റ്റ് ഒരു 2 ദിവസത്തെ ക്ലാസ് ദുഗുവിന് മിസ്സാവും. ബാക്കിയെല്ലാം ഈ ഒഴിവും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനകത്ത് അങ്ങോട്ട് പോകും. ശനിയും ഞായറും എല്ലാമായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ദുഗുവിനെയും കൂട്ടി. അപ്പോൾ എന്തായാലും ഒരാഴ്ചത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടത്തേക്കാണെന്ന് പൊതുവെ ഞങ്ങളിപ്പോൾ കൂടുതലും ട്രിപ്പ് പോവാറ് എന്തിനാണ്? നമ്മുടെ ഇന്ദ്രുവിൻ്റെ ഷൂട്ടിനായിട്ടാണ്. അപ്പോൾ ഇത്തവണയും നമ്മൾ പോകുന്നത് ഇന്ദ്രുവിൻ്റെ ഷൂട്ട് തന്നെയാണ്. സിനിമേൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ട്. ഷൂട്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വഴിയേ പറയാം അല്ലേ. അപ്പോൾ ഇപ്പം നമ്മൾ എന്തായാലും നേരെ എറണാകുളത്തേക്കാണ്. എറണാകുളത്ത് നമുക്ക് വേറെ സ്ഥലത്തോട്ടും പോകാനുണ്ട്. അപ്പോൾ ഇപ്പം എറണാകുളം പിടിക്കും. അതെ, എറണാകുളം ഇല്ലാണ്ട് നമുക്ക് എന്താ ആഘോഷം. ഇപ്പം സമയം 9:45 ശരിക്കും പറഞ്ഞാൽ 9 മണിക്ക് വണ്ടി വിടാതിരുന്നതാണ് ഞങ്ങൾ. ഞാൻ എഡിറ്റൊക്കെ ചെയ്താണ് ഇന്ന് ലേറ്റ് ആക്കിയത്. ഞാൻ നിഗിനെ പറയുന്നില്ല, അല്ലെങ്കിൽ എപ്പോഴും നിഗിനെയാണ് ഞാൻ പറയാറ്. നീ എന്തിനാ ഇത് പൂട്ടുന്നേ അറിയാണ്ടൊക്കെയാണ്. ഡോറിന്റെ ലോക്കാണ് ഈ കാണുന്നതാ, അത് ഊരിപ്പോന്നു. ഇനി ഇത് എന്തിനാ പൂട്ടുന്നു? നീ അവിടെ വെച്ചാട്ടെ അത്. മുത്തുമണി എന്താ മുടിയൊന്നും ഈരിയായിട്ടില്ലല്ലോ. ഇത് വണ്ടിയിൽ ഇരുന്ന് ഉറങ്ങാനാണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഡ്രസ്സ് ട്രൗസറൊക്കെ ഇടിച്ചു കൊടുത്തേക്കാണ്. കയറി കഴിയുമ്പോ വണ്ടിയിൽ ഇരുന്ന് ഇപ്പൊ ഉറങ്ങും. അപ്പൊ അതുകൊണ്ട് ഇനി നാളെ അതെയാ. അയ്യോ, ഇനിയിപ്പോ 2 ദിവസം 3-4 ദിവസം ഓടിക്കാൻ കഴിയില്ല, അതുകൊണ്ടല്ലേ. ഇന്ദ്രപ്പാ നമ്മളെ സിനിമേന്റെ ഷൂട്ടിന് പോയല്ലേ, വിട്ടാലോ? അടിപൊളിയായിട്ട് അഭിനയിക്കൂലേ, പൊളിക്കൂലേ? എന്നാവാ. അപ്പൊ ഗൈസ് നമ്മള് നമ്മുടെ റൂമിൽ ഒരാഴ്ച ഉണ്ടാവൂല. ടാറ്റ അല്ലെ നിക്ക്? റൂമിനോടും വീടിനോടും ടാറ്റ പറയുന്നു. അത് നമുക്ക് താഴെന്ന് പറയാല്ലോ. എല്ലാം എന്നാ ഇറങ്ങിക്കോ. ബാബാ പെട്ടിയല്ലേ? ഇന്നേ വരെ ഈ പെട്ടി ഈ റൂമിൽ നിന്ന് ഇത്ര യാത്രകളിട്ട് നീ എടുത്തിട്ടുണ്ടാ? ഞാൻ തന്നെ എടുക്കല്. പിന്നെ ഞാൻ എടുത്തോളൂ. ബാ ഇങ്ങോട്ട് ബാ മോനെ, നമുക്ക് പോകാം, പോയി വരാം. കമോൺ പോയി വരാം. അച്ഛമ്മ അച്ചാച്ചേക്ക് എന്ത് ഇതാ? പെട്ടി അങ്ങോട്ട് എടുക്കട്ടെ. മക്കളെ ഞങ്ങള് പോവാൻ പോണ്. അച്ചോ ഞങ്ങ പോട്ടെ, പോയി വരാം. ഒരാഴ്ച ഇല്ലല്ല അല്ലേ? ഏതാണ്ട് 7 ദിവസം തന്നെ ഒരാഴ്ച. അച്ചാച്ച കൊടുക്കുമ്പോ
ഇതെന്താ ഇവിടെ ഒരു പാട് എന്തോ ഒരു കറുപ്പുള്ള പോലെ ഇവിടെ എന്തോ മുട്ടിയിട്ടൊക്കെ ഉണ്ട് അതെയാ. അപ്പൊ എന്തായാലും ഞങ്ങ പോയിട്ട് വരാട്ടാ, വിളിക്കാം. ചായ കുടിച്ചല്ലേ? ദുഗുവിനോട് ഇവിടെ അച്ഛാമ്മയുടെ അച്ചാച്ചോടൊപ്പം നിക്കാൻ പറഞ്ഞു തന്നു. എന്നിട്ട് ദുഗുവിന് ഇങ്ങനെ സ്കൂൾ ലീവാണ് അതാണ് ഇതാണെന്നുള്ള പറഞ്ഞിട്ട് കൂടെ വരുന്നു. അത് ശരിയാക്കാം, നമുക്ക് പിന്നെ ശരിയാക്കാം കേട്ടാ. ശരിയാക്കാം, അത് ശരിയാക്കി തരും. സമയം നോക്കിയിട്ട് ഇയാൾക്ക് എവിടെ പോവാനുള്ള വലിയ. അപ്പൊ ഗൈസ് നമ്മളെന്തായാലും പോയിട്ട് വരാം. ചായ കുടിച്ചില്ലേ? ഇന്ന് ഇറങ്ങട്ടെ. നമ്മള് 9 മണിക്ക് ഇറങ്ങായിരുന്ന ഗൈസ് 10 മണി ആയി പറഞ്ഞു വരുമ്പോക്കും. എന്നാ പിന്നെ നല്ല വിടാ. കെട്ടിക്കോന്ന് എന്നാ ഓക്കേട്ടാ, പോയിട്ട് വരാം. ശരി അച്ഛാ, പോട്ടെ, പോയിട്ട് വരാം. ഗൈസ് സമയം പോയിക്കൊണ്ടേയിരിക്കുന്നു. എന്താ ലേറ്റായി ഇങ്ങെത്തി. ഇനി എപ്പ നമ്മ എറണാകുളം എത്തും? ബാ തുറന്നിട്ടോ. അതന്ന് നമ്മള് ഷോറൂമിൽ നിന്ന് ഇറങ്ങിയതല്ലേ അവര്, ചളക്കിയതല്ലേ അവര്. ഇന്ദ്രപ്പനാണ് വ്ലോഗ് എടുക്കണം. പിടിച്ച ഇന്ദ്രപ്പൻ. ഇന്ദ്രജിത്ത് വ്ലോഗാണ് പേര്. അതന്നെ എടുക്കണം. അപ്പൊ നമുക്ക് ഇന്നൊരു പുതിയ വീഡിയോ പിന്നെയും കാണാം. എന്തെല്ലാം പറയല്ലേ? നിങ്ങളിങ്ങോട്ട് വരില്ലല്ലോ ഇപ്പുറത്തോട്ട്? ഇല്ല, എല്ലാം ഇവിടെ തന്നെ ഇങ്ങനെ വെച്ചേ. ആ ബാഗ് ഇങ്ങനെ അമ്മക്ക് തന്ന പൈസ ഇതിന്റെ അകത്ത് 10 രൂപ ഞാൻ തന്നല്ലേ ഇപ്പൊ. അതിനെല്ലാം വെച്ചില്ലേ? പോട്ടെ ഗൈസ്, പോയിട്ട് വരാം. അപ്പൊ എന്തായാലും കുറച്ച് ദിവസമായി ഇപ്പൊ ഒരു ഇങ്ങനെ ഒരു യാത്ര പോയിട്ട് സിനിമേന്റെ ആവശ്യമായിട്ട്. ഇപ്പൊ വീണ്ടും വന്നു. ഇപ്പൊ വരട്ടെ അല്ലേ? എന്നാ പോയി വരട്ടെ. ടാറ്റ ഉമ്മ. അപ്പൊ ഓക്കെ അച്ഛാ പോന്നെ. അച്ചാമ്മ അച്ചാച്ചി ഇപ്പൊ പോവും ചിറ്റേന്റെ അടുത്തേക്ക്. പോവും. അപ്പൊ വീട് ഇടാ ഒറ്റക്ക്. 10 മണിക്കാണ് വിട്ടത്. ശരി അമ്മേ. അമ്മേ പോന്നെ. അച്ഛാ ശരി എന്നാല്. വീടേ ടാറ്റാ. മിസ് യു വീടേ അച്ഛാ അമ്മേ. എന്താണ് എല്ലാ എന്നാ നിങ്ങക്ക് ഇടുന്നൂടെ? വിളിക്കാട് ഇപ്പൊ വിളിക്കേ. എല്ലാം നിങ്ങക്ക് തന്നെ ഇട നിന്നൂടെ? അച്ചാമ്മ അച്ചാച്ചി ഇപ്പൊ ചിറ്റേന്റെ അടുത്തേക്ക് പോവും. അവരൊറ്റക്കൊന്നും ആവൂല. എന്തിനാ അറിയുന്നേ? അച്ചാമ്മ അച്ചാച്ചി ഒറ്റക്കായിട്ടാ? ഇതെന്താ സംഭവം എന്നറിയോ? ഇത് പകല് നമ്മള് വരുത്ത് കുറവാന്നേ, രാത്രിയാണ് വരാറ്, അല്ലെങ്കിൽ വെളുപ്പിന്. അപ്പൊ ഇവര് ഉറങ്ങിയിരിക്കും. ഇവര് അച്ചാമ്മനെ അച്ചാച്ചനെ അധികം കാണൂല, വണ്ടി വരുമ്പോ പിന്നെ അറിയൂല. ഇപ്പൊ ഇതിങ്ങനെ പകല് കണ്ണും വെട്ടത്തിൽ അവരെ മിസ് ചെയ്ത് പോരുമ്പോള്ള വിഷം വന്നത്. കരയണ്ട മുത്തേ, അച്ഛനെ പോയിന് കരയണ്ട കേട്ടാ, കരയണ്ട. അച്ചാമ്മ അച്ചാച്ചൻ നമ്മ വേഗം കാണും. ഓ എടി വിപിനെ ഒന്ന് അനങ്ങി നടക്കളി, ഞങ്ങക്ക് അങ്ങ് എറണാകുളം എത്തണം. നീ അവിടുന്ന് ആടിപ്പാടി വരുന്നു. ചായ കുടിച്ചതിന്റെ ക്ഷീണം. നമ്മ പോയിട്ട് വരാം. അത് അച്ചാച്ചനെ അച്ചാമ്മനെ എല്ലാം പിരിഞ്ഞു വന്നിട്ട് എന്റെ വിഷമം. അമ്മു വന്നിട്ടുണ്ട് കേട്ടാ. അമ്മു കുറച്ചു ദിവസം നിക്കാൻ വേണ്ടി. അവളോട് പിന്നെ അങ്ങനെ പറയാം. എടി അമ്മ ഇപ്പൊ അനങ്ങി കിടക്കണം നല്ലതാണ്. അമ്മു കുറച്ചു ദിവസം നിക്കാൻ വേണ്ടി വന്നതാണ് ഗൈസ്. അമ്മു റെസ്റ്റ് എടുക്കാൻ വന്നതാ നീ? എപ്പോ വന്നേ? അമ്മാമേന്റെ അടുത്ത് നിക്കാന്ന് പറഞ്ഞു. പക്ഷേ ഇല്ലേ അമ്മു വന്നിട്ടുണ്ട്. പക്ഷെ അമ്മുനെ വിശ്വസിക്കാൻ പറ്റൂല. രജിഷാടെ വിളിച്ചിട്ട് ചോറ് കഴിച്ചിട്ടില്ല, 12 മണിയായിട്ട് ചോറ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അമ്മ അപ്പം വണ്ടി വിടും. ശരി എന്നാ പോട്ടെ, ഞങ്ങള് പോയിട്ട് വരാം. എന്തായാലും കുറച്ച് ദിവസമൊക്കെ നിന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പോകും. എടുക്കാം എന്നെ. പിന്നെ നീ എന്തിനാ വരുന്ന ഇങ്ങോട്ട്? നല്ല രസമുണ്ട്.
നല്ല രസമുണ്ട്. ഞാനാ സൈഡ് ആൾക്കാർ തിരിച്ചറിയും കേട്ടാ. നിക്കിയുടെ ഡ്രസ് ഇത് ഇപ്പൊ നിക്കി ഇട്ട് ഇത് 2-3 ദിവസം കഴിയുമ്പോ ഞാനിടുമ്പോ പറയും നിക്കി ചേച്ചി വിപിനല്ലേ ഈ ഡ്രസ് കണ്ടിട്ടുണ്ട്. ശരിയെന്നാ പോട്ടെ, ലേറ്റ് ആയി. എന്നാ ലേറ്റ് ആയി നോക്കല വിടട്ടെ ഏട്ടാ ഞങ്ങള്. ശരിയെന്നാ ഓക്കെ ഓക്കെ. ഉണ്ണിക്കൂട്ടനപ്പുറം തേറ്ററുണ്ട്. കേറി കേറി വാ, സമയായി. എടി പോട്ടെ പോട്ടെ, സമയമില്ല. ഓക്കെ ഓക്കെ എന്നാലേ ഞാനവിടെ പൈസ കിട്ടിട്ട് വരോപ്പേ. പിന്നില്ലേ എന്നാ ഓക്കെ ഏട്ടാ. എടാ മക്കളെ പോയേ, വന്നിട്ട് കാണാട്ടാ. ആ കയ്യകത്തിട്ട് കയ്യകത്തിട്ട്. ഏത് അമ്മച്ചിട്ടേന്റെ വാവനോട് പറഞ്ഞാ? വാവനോടാ കൃത്യം പറയേണ്ടത്. എന്നാ ഓക്കെ ശരി. നികി ഇവിടെ നേർച്ചയൊക്കെ ഇട്ട് നിപ്പുണ്ട്. നിക്കിനെ കൂട്ടാണ്ട് പോയാലോ നമുക്ക്? അമ്മനെ കൂട്ടാണ്ട് പോവാ. ആ ഓക്കെ ടാറ്റാ ടാറ്റാ ടാറ്റാ. നടത്തിച്ചാല കുറച്ചേരം. വലിയ ഇളപ്പിളക്കുന്നു. കുറച്ചേരം നടത്തിച്ചാല ഇങ്ങോട്ട്. എന്റെ മോനെ ഇത് മതി. പിന്നെ നീ ഇതല്ല പിടിക്കാം. എന്നൊക്കെ അത് ഓർക്കട്ടു. സമാധാനത്തിൽ പോവാനൊരു ഐഡിയ കിട്ടി. ഹാപ്പി ആയില്ലേ എന്തൊരു? ഇങ്ങനെ ഇങ്ങനെ ലാക്കിയാ മതി. അപ്പൊ അമ്മ ഇങ്ങനെ ബാക്കിലേക്ക് കൂടി നടന്നു കണ്ടാ. അപ്പൊ അമ്മയാണ് സമാധാനൊക്കെ എടുക്കുന്നല്ലേ? അങ്ങനെയല്ല പോറ്റുന്നതും നോക്കുന്നതും വെറുതെ. സീറ്റ് ബെൽറ്റ്. അപ്പൊ അപ്പൊ എന്തായാലും ഇനി നമുക്ക് പോകുന്ന വഴി എന്തായാലും എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്താ ഷിയാബ് ഞങ്ങൾക്ക് ഒരാഴ്ചക്ക് ചിക്കൻ വേണ്ട. ഓക്കെ നമ്മളെ ചിക്കൻ കൊണ്ട് ഷിയാബ് എല്ലാം അങ്ങനെയല്ല. അമ്മ ഇന്ന് ഇവിടെ ഇല്ല കേട്ടോ, അതുകൊണ്ട് അമ്മേനെ കാണാൻ പറ്റിയിട്ടില്ല. അതെ വെന്തമ്മനെ വിളിച്ചോള്. വിളിച്ച്. അപ്പൊ അമ്മ ഇല്ല. ഇൻട്രൂട്ടിന് ഒരു ഷൂവും വാങ്ങിക്കണം. ഷൂട്ടിന് ഷൂ വേണമെന്ന് പറഞ്ഞ ഒരു ഷൂ വാങ്ങിക്കണം. എന്നാ ഇന്ദ്രു പോ. ഇന്ദ്രുവിനെ ഇവിടെ ആക്കിയിട്ട് നമുക്ക് പോവാടി. നമ്മളെന്തിനാ പോയിട്ട് അത് ശരിയാണ്. അത് ശരിയാ. അപ്പൊ ഓക്കെ ഗൈസ്, നമ്മള് നമ്മുടെ കാക്കത്തിരുത്തി നമ്മുടെ സ്റ്റെപ്പ് റോഡ് എത്തി. അപ്പൊ ഇനിയിപ്പോ നമുക്ക് വഴിയെ പോകുമ്പോ നമ്മളെപ്പോഴും കുറെ സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ കാണിക്കാനുള്ളത്? എന്നാലും പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണാം. എന്തെങ്കിലും രസകരമായ സംഭവങ്ങൾ എന്തെങ്കിലും കാണാം. കണ്ണൂർ ടു ഇപ്പൊ എറണാകുളം വരെയുള്ള ഒരു 270 എത്രയാണ് കിലോമീറ്റർ ഏതാണ്ട് 300 ഞങ്ങൾ എന്തായാലും ഇന്ദ്രുവിന് ഒരു ഷൂ വാങ്ങണം. ഒരു ഷൂ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഒരു സ്കൂൾ ഷൂ വേണ്ടേ? ഇന്ദ്രുവിനുള്ളത് ചെറുതായി പോയി. അപ്പൊ ഇവരിവിടുന്ന് ഷൂ നോക്കും. ഞങ്ങൾ അപ്പോഴേക്കും ഒരാൾക്ക് ഒരു സാധനം വാങ്ങട്ടെ, ഒരു ഗിഫ്റ്റ് വാങ്ങട്ടെ അല്ലേ? അതായിരിക്കാന്ന് പറയാം. അതെ, നമ്മള് ഗിഫ്റ്റ് വാങ്ങാൻ നേരത്തെ കയറിയതാ. ദുഗുല അബൂബലം പറയുന്നുണ്ട്. ലബൂ വേണ്ട മോളെ, ലബൂ എന്തിനാണ് വെറുതെ പേടിപ്പിക്കുന്നേ? ഞങ്ങൾ ഈ തവണ കളിപ്പാട്ടൊന്നുമല്ല വാങ്ങിയത്. അയാൾക്ക് ഒരു ഡ്രോയിങ് സെറ്റാണ്. ദുഗു പറഞ്ഞ് ഡ്രോയിങ് സെറ്റ് വാങ്ങാനല്ലേ? എന്നാ പിന്നെ ഇത് വാങ്ങിയിട്ടുണ്ട്. അതെ, അപ്പൊ നമുക്കിത് ഒന്ന് പാക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഒരു ഗിഫ്റ്റ് ആയിട്ടൊന്ന് പാക്ക് ചെയ്തേക്കാം. ഞങ്ങൾ എന്തായാലും ഇവിടെ നമ്മുടെ മാഹിയിൽ ഡീസൽ അടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇവിടെ ഉള്ള ചേച്ചിമാരും എല്ലാരും നമ്മുടെ വീഡിയോസ് ആയി കാണുന്നവരാണ് കേട്ടോ. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഹായ് പറയുന്നുണ്ട്. നമ്മുടെ ചേച്ചി അവിടെ നിന്ന് ഹായ് പറയുന്നുണ്ട് കണ്ട. അപ്പൊ എന്തായാലും നിങ്ങളെ കാണാൻ പറ്റിയ സന്തോഷം. ഇവിടെ എല്ലാരും കണ്ടു. ഒരു ഹോട്ടലും നോക്കി നടന്നിട്ടല്ല, വണ്ടിയിൽ ഇരുന്നെത്തി. 11 മണി 11:30 ആയപ്പം തൊട്ട് പറയാൻ തുടങ്ങിയതാണ് ഇന്ദ്രൂട്ടൻ വിശക്കുന്നെന്നും പറഞ്ഞു. രാവിലെ പുട്ടെല്ലാം കഴിച്ചിട്ട് കയറിയതാന്നല്ല, നല്ല വിശപ്പ് തുടങ്ങി. എനിക്കും ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് കുറ്റിപ്പുറത്തെത്തി. സമയം 2:15 ആയി. 2:15 സമയം. ഹോട്ടല് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതല്ല, ഈ പുതിയ ബൈപ്പാസ് വന്നില്ലേ? അപ്പൊ കൊറേ ഹോട്ടലുകളൊക്കെ പോയി. ഹോട്ടൽ അടച്ചിട്ടുള്ളത്. ബൈപ്പാസിൽ കയറിയാ പിന്നെ ഹോട്ടലൊന്നും കിട്ടൂല. പിന്നെ ഉള്ള ഹോട്ടലുകളിലാണെങ്കിൽ രാത്രി ഫുഡാണ്. അങ്ങനെയെല്ലാം ഊണ് അങ്ങനെയല്ല. ഇവർക്കാണെങ്കിൽ ബിരിയാണിയാ കുഴിമന്തിയാ വേണമെന്നും പറയുന്നു ഇവര്. ബിരിയാണി ഉണ്ടായ ഒരു ഹോട്ടല് ഒരു കുഴിമന്തി വേണമെന്ന് പറഞ്ഞിട്ടോ. അതന്നെ വിശന്ന് ഇങ്ങനെ എന്താ പറയാ, എന്തെല്ലോ ഒരവസ്ഥ. വിശപ്പ് പോയി. ഹോട്ടൽ പോന്നാ പറയുന്നേ. അതെ, ഞങ്ങൾ ഇവിടുന്ന് അന്ന് ഫുഡ് കഴിച്ചിരുന്നു. നല്ല ഫുഡായിരുന്നു.
അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഇത് പ്രൊമോഷനോ കാര്യങ്ങളൊന്നല്ല കേട്ടോ. അതൊന്നുമല്ല, നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുണ്ടായിരുന്നു ഓണർ അല്ലേ. അപ്പൊ അവരന്ന് നമ്മളോട് ഇങ്ങനെ പറഞ്ഞിരുന്നു ഇനി വരുമ്പോ കേറണോന്നൊക്കെ. അപ്പൊ നമ്മൾ ഇനിയും വന്നിട്ടുണ്ട്. നമ്മുടെ മന്തി എത്തിയിട്ടുണ്ട്. നമ്മളൊരു പെരി മന്തി, ഒരു അൽഫാം, സദാ അൽഫാം മന്തി അല്ലേ. പിന്നെ കഴിക്കട്ടെ ഗൈസ്, എല്ലാവരും വിശന്ന് നല്ല പ്രാണം കത്തിരിക്കുന്നു. ഞാനെന്തായാലും ഈ ഹോട്ടലൊന്ന് കാണിച്ചു തരാം കേട്ടോ. എന്തൊരു മന്തി എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ, ഇഷ്ടമായില്ലേ? നല്ല സുലടിനിക്ക് സുഖം ഇഷ്ടപ്പെട്ടില്ലേ? നല്ല മന്തി കേട്ടോ. ഇവിടെ ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് നമ്മുടെ ഈ മീനിൻ്റെ ഫിഷ് മന്തിയൊക്കെ ഉണ്ട്. ഞങ്ങൾ വാങ്ങാഞ്ഞതാണ്. കാളാഞ്ചിയൊക്കെ ഇല്ലേ, കാളാഞ്ചി അങ്ങനത്തെ ചെമ്പല്ലി അങ്ങനെയുള്ള അതിൻ്റെ മന്തിയൊക്കെ ഉണ്ട്. അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മന്തിയൊക്കെ. ചിക്കനൊക്കെ നല്ല രുചിയുണ്ട്. ഞാൻ ഹോട്ടലും കൂടി ഒന്ന് കാണിച്ചു തന്നേക്കാം. എന്തായാലും നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു. വിശന്ന് കത്തിയിരുന്നതിന് എന്തായാലും ഗുണമുണ്ടായി അല്ലേ എനിക്ക്. അപ്പോൾ ഇത് നമ്മൾ കയറിയ ഹോട്ടൽ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞിരുന്നില്ല, ഇത് വേറെ അങ്ങനെ പ്രൊമോഷൻ ഒന്നും അല്ല. ഞങ്ങൾ ഇവിടെ തേടി പിടിച്ച് വന്നതാണ് അല്ലേ. ഹൈവറി ഞങ്ങൾ കഴിഞ്ഞ തവണ കസിൻസ് ട്രിപ്പ് പോയപ്പോൾ ഇവിടെ നിന്നാണ് കഴിച്ചത്. അന്നാണ് സത്യം പറഞ്ഞ ഹോട്ടൽ കണ്ടത്. ഇത് വെട്ടിച്ചിറ എന്ന് പറയും, അതായത് മലപ്പുറം ഈ ടോൾ പ്ലാസ ആണ്. ഇതുണ്ട ഈ ഹൈവേ ആണ് ഈ കാണുന്നത്. ഈ ഹൈവേ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് എന്താ പറയുക, കോഴിക്കോട് കണ്ണൂർക്കൊക്കെ പോകുന്ന ഹൈവേ. ആ ഹൈവേന്ന് ഇവിടെ ഒരു ടോളുണ്ട്. ആ ടോളിൻ്റെ തൊട്ടടുത്താണ് ഹൈവറി എന്ന് പറഞ്ഞിട്ടാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ധൈര്യമായിട്ട് കയറിക്കോ, നല്ല ഫുഡാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് വിടാം. പിന്നെ വിടാം അല്ലേ. മിഠായി വാങ്ങിത്തരാം കേട്ടോ. ഇതുണ്ടാ ശരിക്കും 5:30 മണിയായിട്ടുള്ളൂ. ഓ ബസ് പോയിക്കോട്ടെ 5:30 മണിയായിട്ടുള്ളൂ. 5:30 മണിയായപ്പോഴേക്കും ഇരുട്ടായ പോലെ അല്ലേ. 5:30 മണിയായപ്പോഴേക്കേ ഭയങ്കര ഇഷ്ടായി. ഇപ്പൊ പകല് കുറവും രാത്രി കൂടുതലും. 5:30 മണിയായപ്പോഴേക്കും സംഭവം 5:30 4:30 മുതൽ 4:45 5 മണിക്ക് മുന്നേ ആയിട്ടേ ഒരു ഇരുട് കുത്തിയ പോലെ ഉണ്ടായിരുന്നു, മഴക്കാര് പോലെ. ഇനിയിപ്പോ നമുക്ക് സമയം നോക്കിയേ, 6:30 മണിക്കാണ് നമ്മുടെ എടപ്പള്ളി കാണിക്കണത്. 6:30 മണിക്ക് അവരൊന്നും ഓടിക്കാൻ സമ്മതിക്കുന്നുണ്ടാ നോക്കി. ഇതുണ്ട ഓണടിച്ച് സമാധാനം കൊടുക്കുന്നില്ല. മഴ മാനത്ത് ബാക്കി എനിക്കറിയില്ല. നല്ല മഴ. 5:30 മണിയായിട്ടുള്ളൂ. ശരിക്കും ഒരു 8 മണി 9 മണി ആയ പോലെ ആയിരിക്കണ്ടല്ലേ. നല്ല മഴക്കാരും മഴയും. ഞങ്ങള് ഇടിയെല്ലാം പെയ്യുന്നുണ്ട്. പണ്ടെല്ലാം മെയ്യും ജൂണും മഴയായ ജൂലൈ ആകുമ്പോഴേക്കും മഴക്കാലം, ജൂലൈ പകുതി ആകുമ്പോഴേക്കും മഴക്കാലം കഴിഞ്ഞ് നമ്മളെല്ലാം ചെറുപ്പത്തില്. ഇപ്പം മഴക്ക് സമയവും ഇല്ല, നേരവും ഇല്ല, കാലവും ഇല്ല. നവംബറിലെല്ലാം ഒരു മഴ പോലും ഉണ്ടാവൂല. കണ്ണൂർ മഴ ഉണ്ടാകാൻ സാധ്യതയില്ല. എപ്പോഴും ഇങ്ങോട്ടേക്കാണ് തൃശ്ശൂരും എറണാകുളം എല്ലാം അന്ന് വന്നപ്പോഴും കണ്ടിട്ടില്ലേ മഴ. പക്ഷെ കണ്ണൂര് മഴ ഉണ്ടായില്ല എന്നാ പറഞ്ഞത്. ഇനിയിപ്പൊ എങ്ങനെയാണ് എന്തായാലും നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, ഞങ്ങൾ എന്തായാലും ഇപ്പൊ വന്നേക്കുന്നത് കുറച്ചായി. ഇവരെ ഇപ്പം നമ്മൾ കാണിച്ചിട്ടല്ലേ. മുമ്പ് ഇടക്കിടക്കേ നമ്മളോട് വരും, ഇടക്കിടക്കേ കാണും. ഇപ്പൊ കുറച്ചായി, ചെറിയൊരു ഗ്യാപ്പായി. മാറ്റി കൊണ്ടുപോകാൻ അങ്ങോട്ട് നിന്റെ വണ്ടിയും കൊണ്ട് പോ ചെല്ലി. നമ്മുടെ മാളു സെറ്റാ, മുബിയാണ്. മുബി ഷാനു എൻ്റെ അടുത്താണ് വന്നിട്ടുള്ളത് ഞങ്ങള്. അപ്പോൾ കുറേ ദിവസം കൂടിയിട്ടാണ് ഇവർ സത്യം പറഞ്ഞാൽ കാണുന്നത്. നമ്മള് അധികം അല്ലെങ്കിൽ ഇവിടെ വരുന്ന സമയത്ത് ഇവരുടെ അടുത്ത് ഉണ്ടാവും. പക്ഷെ ഇപ്പൊ കുറച്ച് ഷൂട്ടും പരിപാടിയായിട്ട് എത്തിയിട്ട് കുറച്ചായി. ഇതിപ്പോ നമ്മള് ചെറിയൊരു സർപ്രൈസ് ആക്കിയിട്ടുണ്ട്. അതിനാണ് നമ്മൾ നേരത്തെ ഗിഫ്റ്റ് വാങ്ങിയത്. അത് മാളൂസിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ്. അപ്പൊ ദുഗ്ഗു വന്നാലാണ് മാളൂസിന് സന്തോഷം. അല്ലെങ്കിൽ ഇനിയിപ്പോ കിടന്ന് കൂർക്കം വലിച്ചു ഉറങ്ങുകയാണെങ്കിലുണ്ടല്ലോ, ഞങ്ങൾ വന്നെന്ന് പറയുമ്പോൾ പെട്ടെന്ന് എണീക്കും. എന്നിട്ട് ദുഗ്ഗു വന്നാന്ന് ചോദിക്കും. ദുഗ്ഗു വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ കിടന്നുറങ്ങും. അങ്ങനെയാണത്. കളിക്കാൻ വേണ്ടി വരും. അപ്പൊ ഇത്തവണ നമ്മൾ ദുഗ്ഗു വന്നിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദുഗ്ഗു നമുക്കൂടെ ഒളിപ്പിച്ചിരുത്താം. എന്നിട്ട് അത് കൊടുക്കുമ്പോ അതിന്റെ സന്തോഷം ഒന്ന് കാണാം അല്ലേ. എന്നിട്ട് അങ്ങോട്ട് വന്നാൽ കാണും, അവിടെ കാണും. നോക്കൂലേ? അല്ല അവിടെ നിൽക്കട്ടെ മോള്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. ഇവിടെ വാ. നോക്കട്ടെ. എവിടെയുള്ളത്? മുകളില. ജിമ്മിനൊക്കെ പോയി ട്രെയിനൊക്കെ പോയി സെറ്റ് ആയല്ലോടാ. അവിടെ തന്നെ നോട്ട്. ഇവിടെ നിന്നാലേ. അല്ല അത് നോക്കും. ഇവിടെ നോടി. ഹായ് മാളു, എന്ത് പറയുന്നു? മാച്ച് എന്റെ മോനെ.
അതന്നല്ലേ എത്രയായി കണ്ടിട്ട്. ഇതാ ക്യാമറ പിടിച്ചോക്കെ പിടിച്ചോക്കെ. ഒരു മിനിറ്റ് ഇതൊന്ന് പിടിക്ക്. എന്റെ കുഞ്ഞു ക്യാമറ ഷാനു തണുത്തട്ടാടിയത് അതിലിരുന്നിട്ട് ഇതെന്താ നല്ല ക്യാമറ അല്ല, അടിപൊളിയല്ല ഇത്. ആടി ഒരുപാട് ടൈമായിട്ടാണ്. എത്രയായി സുന്ദരനതാ മുത്തേ. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ ഇല്ല മുത്തേ, ലാസ്റ്റ് മൊമെന്റ് വരെ ഇത്രയും നേരം പോലെ അവള് വിചാരിച്ചിട്ടുണ്ടാവുക ദുർഗനെ അതില്ല മുത്തേ, എക്സാം ആയതുകൊണ്ടാണ് ടീച്ചർ ലീവ്. ടീച്ചർ വിടുന്നില്ല. അതല്ല എക്സാം കഴിഞ്ഞിട്ട് ഇല്ല, പക്ഷെ അവരുടെ ഇതിന്റെ എക്സാം ഉണ്ട്, അതുകൊണ്ടാണ്. വിഷമായ വിഷമായ നാളെ ദുഃഖം വരാത്തോണ്ട് വിഷമായ. നമുക്ക് അടുത്ത പ്രാവശ്യം കൂട്ടാം. ഇനി ക്രിസ്മസിന്റെ വെക്കേഷൻ വരുമ്പോ കൂട്ടാം. നീ ഇന്നലെ എന്നെ വിളിച്ചു പറഞ്ഞില്ലേ ദുഃഖുണ്ട്, അപ്പൊ ഞാൻ പറഞ്ഞു. അപ്പൊ ഇന്ന് രാവിലെ നീ വിളിച്ചിട്ട് പറഞ്ഞില്ലേ അവർക്ക് ക്ലാസ്സിന്റെ എക്സാം ഉണ്ട്, വരാൻ പറ്റില്ല. ഞങ്ങള് സത്യം പറഞ്ഞാല് കൂട്ടുകാരെന്നെല്ലാം വിചാരിച്ചു മാളൂസിന്റെ ഒപ്പം കളിക്കാൻ. വീഡിയോ എനിക്കൊരാളുണ്ട്, ഞാൻ ദുർഗക്ക് ഒരു കാർഡ് ഉണ്ടാക്കി കൊടുക്കാം. അവിടെ എത്തുമ്പോ ദുർഗക്ക് അയ്യോടാ അത് കൊടുക്കാട്ടാ. അയ്യോ ആരോ വന്നിട്ടുണ്ടല്ലോ, നോക്കിയ ആരത്? വേനെടുത്താ തലയിടിച്ച പയ്യോടാ. വേനെടുത്താ വേനെടുത്താ മുത്തേ, വേനെടുത്താ. സന്തോഷായ നമ്മളെ അല്ല അവിടെ കേട്ട് സന്തോഷായെന്ന് പറ. എന്ത് സൈഷാന ഒരു ഉമ്മ വന്ന് ആരാ കൂട്ടിയെ ദുഃഖൂന ഒരു ഉമ്മതാ. ദുഃഖുന് സന്തോഷായ? എന്റെ പൊന്ന് ഞങ്ങളിവിടെ വരണമെന്ന് പറഞ്ഞിട്ട് ദുഃഖുന് മാളൂസിനെ സത്യം പറയട്ടെ മാളൂസിനെ വിചാരിച്ചോണ്ട് മാത്രമാണ് ഇല്ലേ കൂട്ടൂല. സത്യം പോയിട്ട് ഞാൻ അങ്ങനെ വിചാരിച്ചു. ഞാനതായിരുന്നു പ്ലാൻ. എന്താ വെച്ചാൽ കളിക്കുന്നതിന്റെ ഇടയിൽ കൊണ്ടുവന്നിട്ട് ബേക്കിൽ നിർത്താന്നുള്ളതില്. എന്തായാലും ലബു വാങ്ങണ്ടെന്ന് വാങ്ങാൻ പറഞ്ഞിട്ട് മോക്ക് ഇഷ്ടമല്ലാത്തോണ്ടാ വാങ്ങാഞ്ഞേ. ഇന്ദ്രോ ഇന്ദ്ര എന്താണ്? ഞാനാ കമ്പനിയോട് വന്നല്ലോ. അങ്ങനെ കൊറേ ദിവസങ്ങൾക്ക് മാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളിത് ഇവിടെ വന്നത്. ഈ എത്രയല്ലേ കൊറേ. അപ്പൊ എന്തായാലും നമ്മളൊന്ന് സെറ്റ് ആവട്ടെ ഗൈസ്, എന്നിട്ട് നമുക്ക് വഴിയെ കാണാം. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും അവിടെ നേരെ മസാല കാണിക്കാൻ വേണ്ടി കുറച്ച് ബിഹൈൻഡ് ദി സീൻസ് ഞാൻ ഉണ്ടല്ലോ. ഞങ്ങള് ഇവൻ ഇവിടെ കൂട്ടിയിട്ട് കാണുന്നവർക്ക് സുഖമായിരിക്കും. അല്ല അതല്ല അവിടുന്ന് നമ്മള് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഇവനിവിടെ റെസ്റ്റോറന്റ് ഹിഡൻ റെസ്റ്റോറന്റ് എന്നും പറഞ്ഞ് കൂട്ടിട്ട് വന്നതാണ്. കിടില ആംബിയൻസ് ആണല്ലോ, സംഭവം പൊളിയാട്ടോ. ഒരു ലൈറ്റ് കൂടി കൊടുക്കണായിരുന്നു ഇവിടെ അല്ലേ? പറഞ്ഞാൽ അവര് ഹിഡൻ ആക്കിയിട്ടുണ്ടല്ലേ, വെറുതെ അല്ല പേരല്ലേ. കൊള്ളാം കൊള്ളാം ഗൈസ്, നല്ല നല്ല ആംബിയൻസ് ആണല്ലോ. ഇത് ശരിക്കും ഒളിപ്പിച്ച് വെച്ചൊക്കെയാണല്ലോ ഇവര്, വെറുതെ അല്ല ഹിഡൻ പേരിട്ടത് അല്ലേ. കൊള്ളാം ഗൈസ്. കൈ കഴുകാൻ നോക്കിയോ? കൈ കഴുകണേ, കൈ കഴുകണ്ടല്ലോ, കൈ കഴുകണ്ടല്ലോ. അതും ഹിഡനാ, അതും ഹിഡനാക്കി വെച്ചിട്ടാണ്. ഓ മാൻ, അവിടെ വെച്ചാൽ മതി. കൈ വെള്ളം വരട്ടെ കേട്ടോ.
വെള്ളം വരാത്ത എന്ത് ഇല്ല, ഇതാ ഇവിടെ. ഞാൻ കണ്ടില്ല അത്. ഇതിനോട് കൈ വെച്ചാ മതി വെള്ളം വരുന്നൊക്കെ. ഞാൻ വിചാരിച്ച ഓട്ടോമാറ്റിക് ആയിരിക്കും സംഭവം അതാണ്. കൊള്ളാം നൈസായിട്ടുണ്ട് ഗൈസ്. വെറൈറ്റി ആണല്ലോ വെറൈറ്റി. ഇതാ കൈ കഴുകുന്ന സംഭവം വെറൈറ്റി കേട്ടാ. പൊളി കൈ കഴുകിക്കോ. വെള്ളം അമൂല്യമാണ്, പാഴാക്കരുത്. വരുമ്പോ കുറേ പാഴായി പോകും. ഇല്ല ഒന്നും പാഴാവില്ല, അടിപൊളിയാണ്. ഹായ്. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് കയറാല്ലേ. പോട്ടെ. സ്റ്റോറി എടുത്തിനാ ഇവരവിടെ നിന്ന് എന്തെല്ലോ ആക്കുന്നുണ്ട് കേട്ടാ ഗൈസ്. നൈസ് ആംബിയൻസിലൂടെ ഷാനു നികിയും നടന്നു വരികയാണ്. വേണ്ട, നീ എന്തിനാത്? ഇല്ല, അവിടെ എന്തോ ഉണ്ടാവും. ഇല്ല, ഒന്നുമില്ല. അയ്യോ, ഇത് ഫ്രണ്ട് ക്യാമറ പോലെ. സോറി ഗൈസ്, ഞാൻ നിങ്ങൾ കുറച്ച് റൊമാൻറ്റിക് ആയിക്കോട്ടെ എന്ന് ഓ, അതാണ് നിങ്ങൾ വരാൻ ലേറ്റ് ആയതില്ലേ. ഓ കിടൽ ആംബിയൻസ്. ഓ ഇത് കൊറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഇത് നല്ല അടിപൊളി പ്രമോഷൻ ആയിരിക്കുമല്ലോ ഇരിക്കും. നല്ല പ്രമോഷൻ ആയിരിക്കുമല്ലോ ഇരിക്കും. എല്ലാം ചേഞ്ച് കേട്ടോ. എന്തായാലും ഇരിക്കട്ടെ, നമ്മുടെ വക ഒരു ഫ്രീ പ്രമോഷൻ അല്ലേ. അല്ലോ തിന്നോണ്ടിരിക്കുമ്പോ ഈ കല്ല് തലയിൽ വിളിച്ചാവോ. എന്നാലും കുഴപ്പമില്ല, ഭക്ഷണം കിട്ടി ചാവുമല്ലോ. ഓരോ ഡിസൈൻസ് ആണ് വെറൈറ്റി. കണ്ട ഒരു കരിങ്കല്ല് മുകളിൽ കെട്ടി തൂക്കിട്ടൊക്കെയാണ്. അല്ല പിള്ളേരൊക്കെ മാറ്റി ഇരുത്തിക്കോ. നിഖിൽ അടിയിരുന്നോ മുബി? ഷാനു നിഖിയൊക്കെ ഇവിടെ ഇരിക്കുന്നു. നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കും. ഷാനു നിഖിയൊക്കെ ഇവിടെ ഇരിക്കും. പിള്ളേരൊക്കെ കുറച്ചിങ്ങോട്ട് മാറിയിരുന്നേ. അല്ല മോളെ അത് തള്ളിയിടല്ലേ, അവിടെ ഇരിക്കും. മുബിന് ഐസിൽ തറ്റത്ത് ഇരുന്ന് കണ്ട. ഷാനുവിനെ അവിടെ ഇരുത്തി. ഞാനും മുബി ഇവിടെ, ഞാനും മുബി സൈഡില്. അയ്യോ ഷാനു, നീ ബുക്ക് നോക്കി കൊറേ നേരം ഓർഡർ ചെയ്തിട്ട് ഈ ബിരിയാണി എനിക്ക് കിട്ടിയത്. അല്ലാന്ന് നിങ്ങൾക്ക് ഒരു ഇവളെ ഒരു മണിക്കൂർ ആ ബുക്ക് നോക്കിയിരുന്നു ഓർഡർ ചെയ്യാൻ വേണ്ടിട്ട്. എന്നിട്ട് ഓർഡർ ചെയ്തത് ബീഫ് ബിരിയാണി. ഞാൻ നേരത്തെ ചെയ്യൂലേ. വന്നപ്പോ ബീഫ് ബിരിയാണി കഴിച്ചോക്കട്ടെ. അപ്പൊ എന്തായാലും കാര്യത്തിൽ കിടക്കാം. എന്തായാലും നമ്മുടെ ചെക്കന്റെ ബർത്ത്ഡേ ആണ് ഇന്നലെ. ഞങ്ങൾ ഇന്നാണ് ഇങ്ങോട്ട് എത്തിയത്. അപ്പൊ ചെക്കന്റെ ബർത്ത്ഡേ പാർട്ടി ആയിട്ട് ചെക്കന് നല്ല പോത്തിന്റെ ഇതും ഒരു ഇതും വാങ്ങിക്കൊടുത്തു. അപ്പൊ എന്തായാലും ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ മുത്തേ, ഇനിയും നീ ഒരു 100 വർഷം ചോദിക്കും. പോ, സന്തോഷമായി വാ. ഗൈസ് ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഫോട്ടോഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഫോട്ടോ എടുത്തിട്ട് മതിയാവുന്നില്ല. ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ ഫോട്ടോ എടുത്ത് എന്തോരം ഫോട്ടോ നിങ്ങളുടെ ഇതുണ്ട. ഈ പെണ്ണിനെ നോക്കി നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, നല്ല ഫോട്ടോ എടുത്ത ഫോട്ടോ കാണിച്ചേ. കാര്യം എടുത്താ കാണിച്ചേ. ഓ വലിയ ഗുണമൊന്നുമില്ല. നമ്മുടെ ഫോട്ടോ ആണ് സൂപ്പർ. ഞങ്ങളുടെ ഫോട്ടോ അല്ല മക്കളെ പോണ്ടേ, നമുക്കിന്ന് പോണ്ടേ. കഥ പറഞ്ഞിരിക്കണ വാ, അല്ലെങ്കിൽ ഇവര് നമ്മളെ വായിക്കും. ബാബാ ബാബാ കമോൺ കമോൺ ഗെറ്റ് റെഡി പോവാം. എന്തോ ഒരു സാധനം വാങ്ങിത്തരാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ്. അതൊന്നും ഇല്ല. ചോദിക്കുന്നുണ്ട്. എന്താണ് പിസ്താച്ചു കുനാഫയൊക്കെ വാങ്ങാനാ പോയത്. ചീസ് ബോംബ് ഉണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പക്ഷെ ഒന്നുമില്ല, ഒന്നുമില്ല സംഭവം. നീ പിസ്താച്ചു വാങ്ങിത്തരാന്നോട്ട് നീ എന്തെങ്കിലും വാങ്ങിത്തരില്ല. പിന്നെ പറഞ്ഞ വേണ്ടേ, പിന്നെ ഉള്ളത് എന്തെങ്കിലും വാങ്ങ. ആൾക്കാരൊക്കെ എന്തെങ്കിലും വാങ്ങി പോകുന്നുണ്ടല്ലോ, നിനക്ക് മാത്രം ഒന്നും കിട്ടുന്നില്ല. എന്നാ വാങ്ങുവേ, എന്തെല്ലോ വാങ്ങി വരുന്നുണ്ട്. എന്താ സംഭവം? ടേസ്റ്റ് നോക്കട്ടെ എന്നാല്. നോക്കട്ടെ, കൈയോടെ നോക്കാം. കൈ ഇതെന്താ പേരിന്റെ? പിസ്താച്ചുവാ? ഇത് പിസ്താച്ചു അല്ല, പിസ്താന്റെ സാധനം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞു. ഇതെന്തായാലും കൈയോടെ ടേസ്റ്റ് നോക്കട്ടെ. ഗൈസ് സൈൻ ലബാന്റെ
എന്തൊക്കെയോ കഴിച്ചു. നമ്മളിത് വാങ്ങി കഴിക്കലൊന്നുണ്ടാവില്ല ഗൈസ്. എന്തായാലും ഞാൻ കഴിച്ചിട്ട് പറയാം. വേറെ ഒഴിക്കാനൊന്നുമില്ല. കഴിക്കട്ടോ. ആ നല്ല മിക്സ് നല്ല മിക്സ് ആക്കുക, എന്നിട്ട് കഴിക്കുക അല്ലേ. നോക്കട്ടെ, കഴിച്ചോക്കട്ടെ ഗൈസ്. ഇതൊന്ന് പിടിച്ചേ, ഒന്ന് പിടിച്ചേ, എന്നിട്ട് ആ സ്പൂണും തന്നെ. പിള്ളേരിപ്പോ വന്നിട്ടുണ്ടെങ്കിലല്ല പ്രശ്നം. പിള്ളേരിപ്പോ വന്നാലോ ഇത് ബാക്കി നോക്കൂല, അവർ വിളിക്കാം. മക്കളെ കഴിച്ചോക്ക്, ഏതാ ടേസ്റ്റ് സാധനം, നല്ല രസം. കഴിച്ചോക്ക്. എന്തിനല്ലേ പുറത്തോട്ട് ഇറങ്ങി, അല്ലെങ്കിൽ വണ്ടിയിലാവും മൊത്തം. ഇറങ്ങിയിട്ട് കൊടുക്കുന്നു. ജസ്റ്റ് ഇവിടെ നിന്ന് കഴിച്ചോ, നല്ല കുഴച്ച് കഴിക്കും. ഇപ്പൊ അടിപൊളി ആയിരിക്കും എല്ലാവരും. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സുഖം. എന്തൊരു നൈസാ. എന്തായാലും ഷാനുവിന്റെ പിസ്താച്ചു ഡിസ്റ്റോം വിളിക്കാം. നീ എന്തോ സ്പെഷ്യൽ വാങ്ങിക്കുടിക്കുന്നുണ്ടല്ലോ ഇവിടെ, നമുക്കൊന്നും തരാണ്ട്. നിന്റെ താടിയെല്ലാം നല്ലോണം തിന്നുണ്ട് നിന്നെ പോലെ തന്നെ. ഞാൻ പറഞ്ഞത് ഇതല്ല, പക്ഷെ ഇത് രസമുണ്ട്. അടുത്ത പ്രാവശ്യം നമുക്ക് അത് നേരത്തെ എന്തായാലും. അപ്പൊ എന്തായാലും ഞാൻ കഴിച്ച ടേസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ ഇവരെനിക്ക് ഒന്നും തരില്ല. ഇവിടെ നാഷണൽ ആണെന്ന് ചൊല്ലി ബൈ പറയാണ് ഗൈസ്. സത്യം പറഞ്ഞാലേ ഇവറ്റൊക്കെ പാവങ്ങൾക്ക് കളിച്ച് മനസ്സുകൊണ്ട് കളിച്ച് തീരാനുള്ള ഒരു സമയം ഞങ്ങൾ കൊടുക്കാറില്ല. ഞങ്ങൾ ഇവിടെ വരും, ഒരു 10 മിനിറ്റ് വേഗം കളിച്ചോന്ന് പറയും, അപ്പാടെ ഞങ്ങൾ പോകും. ഇനിയിപ്പോ ഒന്ന് സമാധാനത്തിൽ 2 ദിവസം കൂടി കളിക്കണം. മാളൂസിനും ദുബൂനും കളിക്കണം. കളി കഴിഞ്ഞാട്ടാ എങ്ങനെയാ വണ്ടിയൊക്കെ വീട്ടിൽ എത്തണത്? ഈ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയിരുന്നു. പിള്ള മനസ്സിൽ അവര് ഉള്ള കാര്യം തുറന്നു പറയും. പിള്ളേരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്. പിള്ളേരുടെ ഈ പ്രാർത്ഥന കേൾക്കല്ലേ ദൈവമേ. പിള്ളേര് വെറുതെ അങ്ങനെ പറയരുത്, തമാശക്കാണെങ്കിൽ പോലും. മക്കളെ നിങ്ങളെ ഉണ്ടല്ലോ, ഇനി മറ്റൊരു ദിവസം റൂം എടുത്ത് ഫുൾ കളിപ്പിക്കാട്ടാ. തിരിച്ചെടുക്കണേ പറഞ്ഞതല്ലോ. അവര് വലുതായി റൂം എടുക്കും പൈസയൊക്കെ ആയിട്ട് ഇപ്പൊ തന്നെ. ക്രിസ്മസ് വെക്കേഷൻ നിങ്ങൾ വരണോ? വരും വരും. വരും. മുത്തിനെ കാണാൻ വേണ്ടിട്ടല്ലേ ഇന്ന് തന്നെ വന്നത്. മുത്തിന്റെ അപ്പനെ കൊണ്ടാണ് പറ്റിയത്, അല്ലെങ്കിൽ മുത്തിന് നല്ലോണം സമയം കിട്ടിയത്. ഞങ്ങൾ ഉച്ചക്ക് ഇന്നിവിടെ ഉണ്ടായിരുന്നു. അബ്ബ പറഞ്ഞ് നിങ്ങൾ ഷൂട്ടിന് പോകേന്ന്. ഞാൻ നിങ്ങൾ ഉച്ചക്ക് എത്തുന്ന വിചാരിച്ച് രാവിലെ മുതൽ പണി എടുക്കായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ പണിയൊക്കെ വേണ്ടി തീർന്നു. അടിക്കലും തുടക്കലും അലക്കലും ഒക്കെ തീർത്തു. അതിന്റെ ഇടയിൽ കരണം പോയി വെള്ളം തീർന്നു. നമ്മ എന്തിനാ വന്നിട്ട് ഇവിടെ എറണാകുളത്ത്? പിന്നെ ആരും ചെക്കനും ഇല്ല, അനൂപും ഓട്ടത്തിലാണ്, നിങ്ങളും ഇല്ല. ഗൈസ് നിങ്ങളിത് കാണുന്നില്ല ഗൈസ്, രണ്ടും കൂടി പാവങ്ങള് വണ്ടിയിലിരുന്നിട്ട് മതിയായിട്ടില്ല. ടേക്ക് സഹതാപം തോന്നുന്നു. സത്യം പറഞ്ഞാല് എനിക്ക് ഭയങ്കര വിഷമായിട്ട് കണ്ട മതിയാവൂല കളിച്ചു കഴിഞ്ഞാൽ. എന്ത് പാടി രാവിലെ എന്നെ കൊണ്ട് കെട്ടിക്കുന്നതാണ് പോയെ. ഇവിടെ വന്നതിന്റെ ശേഷം മുത്ത് വാ, ഇറങ്ങി വാട്ടാ. ഒരു ദിവസം നമുക്ക് കളിക്കാട്ടോ മുത്തേ. ക്രിസ്മസിന് വരും, ക്രിസ്മസ് വെക്കേഷന് വരും കേട്ടോ. വന്നിട്ട് കളിക്കും. ദുഗു വന്ന് കെട്ടിപ്പിടിക്ക്, വന്നേ. ഇന്ദ്രു വന്ന് കെട്ടിപ്പിടിക്ക്. മോന്റെ ഫ്രണ്ടാന്ന് കണ്ടാ. നിങ്ങൾ നല്ല ഫ്രണ്ട്സ് അല്ലേ? നിങ്ങൾ ആൺകുട്ടി പെൺകുട്ടി എന്നൊന്നും ഇല്ല, നിങ്ങൾ നല്ല ഫ്രണ്ട്സാ. സിനിമ റിലീസിന് ഞങ്ങൾ പറ്റാണ്. നിങ്ങൾ കൊച്ചിക്കോ? ഞങ്ങൾ എന്തായാലും വരും. പിന്നെന്താ, ഇവിടെ തന്നെ കിട്ടുമെങ്കിൽ എടുത്തിരിക്കും. അവരോട് കരഞ്ഞിട്ടായാലും കിട്ടുമെങ്കിൽ നമ്മൾ വാങ്ങും. നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ അവര് ചോദിക്കും ഒന്നാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിലത്തിരുന്നോളാം. അപ്പൊ ഗൈസ് എന്തായാലും നമ്മൾ അങ്ങനെ വീണ്ടും കണ്ടുമുട്ടി, അത് തന്നെ വലിയ സന്തോഷം. പിന്നെ പോവാൻ നേരത്തെ ചെറിയൊരു വിഷമം ഉണ്ടാവും, അത് നോക്കുന്നില്ല. നമ്മൾ ഇനിയും കാണും അല്ലെ, അടുത്തടുത്ത് ഇനിയും കാണും. ഞങ്ങൾ ഇന്ന് നിന്നാനേ, പക്ഷെ ഇവർക്ക് നാളെ വെളുപ്പിന് പോണം, ഷൂട്ടുണ്ട്. അല്ല അത് കുഴപ്പമില്ല. അപ്പൊ എന്തായാലും പാക്കിംഗ് എല്ലാം ഉണ്ട്, നമുക്കും വെളുപ്പിന് ഷൂട്ടുണ്ട്. അപ്പൊ എന്തായാലും അടുത്ത യാത്രയിൽ അടുത്ത വരുത്തിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ അതുവരെ എല്ലാവരും സിനിമയൊക്കെ അടിപൊളി ആവട്ടെ. മുത്തുമണി കേട്ടോ. കളിക്കുന്നതിന് ഒരു ഓക്കെ.
എന്നാ ഞാൻ കട്ട് ചെയ്യട്ടെ. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ എന്നാ പിന്നെ ഞാൻ ഇവിടെ നിന്ന് വ്ലോഗ് കട്ട് ചെയ്യുന്നു. ഓക്കെ, വിളിക്കാം തിരിച്ചിങ്ങോട്ട് വരുന്ന വഴി. നല്ലോണം അഭിനയിച്ച് പൊളിക്കണം കേട്ടാ. നല്ല പൊളിക്കും. കാണുമ്പോ അടിപൊളിയാക്കി തിയേറ്ററിൽ തിയേറ്ററിൽ കാണുമ്പോ ഓക്കെ ഓക്കെ ഷാനു ഓക്കെ മുതുകുട്ടാ എടാ ഓക്കെ അത് കിട്ടി. അയ്യോടാ പൊന്ന്, എന്റെ പൊന്ന് നല്ലോണം അഭിനയിക്കണം കേട്ടാ. പോയിട്ട് പോവൂലേ? ഓക്കെ ടാറ്റാ, ബൈ ബൈ. നിച്ചപ്പോ, ഹലോ നിച്ചപ്പ, ഒന്ന് കാണിച്ചേ നിച്ചപ്പോ. നിച്ചപ്പ ഇങ്ങ വന്ന് മോമ്പൊടി കണ്ടേ അമ്മ നോക്കട്ടെ. എന്റെ മോനെ അടിപൊളി. അല്ല ഇനി നാളെ കാണിച്ചു, ഇനി ശരിക്കും ആളെ കാണട്ടല്ലേ? ആളെ കാണിച്ചേ. അമ്മക്ക് മനസ്സിലായി. ഇവിടെ നമ്മളവിടെ നിന്ന് നേരെ കുഞ്ഞത്തേലേക്ക് വന്നു. ഇവിടെ അശ്വതി ഉണ്ട്. അശ്വതി അമ്മ അവൻ ഷർട്ടൊന്നുമില്ലേ? അനിവേ അപ്പൊ നമ്മളെന്തായാലും ഇവിടെ വന്നു കേട്ടാ. അപ്പൊ ഇനിയിപ്പോ 2 ദിവസം നമ്മൾ ഇവിടെ ഉണ്ടാവും അല്ലേ? അപ്പൊ ഇനി നാളെ ഇന്ദ്രന്റെ ഷൂട്ട് ഉണ്ട്. ഇവിടെ നിന്ന് പോണം, നമുക്ക് രാവിലെ പോണം. അപ്പൊ എന്തായാലും അവിടെ നിന്നോട്ട് ഇവിടെ വരെയുള്ളൊരു വ്ളോഗായിരുന്നു. തൽക്കാലം നമുക്ക് ഈ വ്ളോഗ് ഇവിടെ തന്നെ വൈൻഡപ്പ് അടിക്കാം അല്ലേ? ഇവിടെ തന്നെ വൈൻഡപ്പ് അടിക്കാം. നമുക്ക് എന്തായാലും വ്ളോഗ് വൈൻഡപ്പ് അടിക്കാം. നമ്മളൊന്ന് എവിടെയെങ്കിലും ഒന്ന് കേട്ടക്കട്ടെ. അമ്മായി അങ്ങോട്ട് നല്ല കേറട്ടെ. എടാ നീ നോക്കിയിട്ട് എടുത്തിട്ടോ. എന്നാല് എങ്ങോട്ടാന്ന് വെച്ചാല് നോക്കിയിട്ട് എടുത്തിട്ടോ. ആ അവിടെ വെച്ചാ മതി. എടാ രൂപേ ഹായ് പറഞ്ഞേ. എന്നാ ഓക്കെ ടാറ്റ. അപ്പൊ ഗുഡ് നൈറ്റ് എല്ലാവർക്കും. നിധി ഗുഡ് നൈറ്റ്. അപ്പൊ ഗുഡ് നൈറ്റ്. എന്തിനും ഉറക്കത്തില്ല. ഓക്കെ.